Hello friends, welcome to the world of CMA. Illustration 18. Miss K has the following salary details: basic salary, DA, academic development allowances, entertainment allowances. She has been provided with a rent-free accommodation in Purulia. On 1/7/2019, she was posted to Kolkata. സോ എന്ത് ചെയ്യണം, ഏപ്രിലിരുന്ന് ജൂൺ വരേക്കും ഒരു ഇതിന് കാണണം. ജൂലൈയിലിരുന്ന് എന്താണ്, കൊൽക്കട്ടയ്ക്ക് പോയി. എ ന്യൂ ഹൗസ് ഫർദർ അലോട്ടഡ് ടു ഹെയർ ഓൺ സെയിം ഡേറ്റ്. അപ്പോൾ എന്താണ്, ജൂലൈയിലിരുന്നുള്ളത് ബാക്കിയാണ് കാണേണ്ടത്. ബട്ട് ഷീ സറണ്ടഡ് ഹെർ പുരുലിയ ഹൗസ് ഓൺ 31/12/2019. ശരിക്കും എന്നാണ് 90 ഡേയ്സിനുള്ളിൽ സറണ്ടർ ചെയ്യണം ഫസ്റ്റ് ഹൗസ്. സോ ഫസ്റ്റ് ഹൗസ് എന്ത് ചെയ്തു, 90 ഡേയ്സ് എന്നുള്ളത് ആക്ച്വൽ 30-31 അങ്ങനെ കണക്കാക്കി എടുക്കണ്ട. ഒരു 3 months എന്നുള്ള പോലെ എടുത്താൽ മതി. അത് നോട്ട്സിൽ എഴുതിയാൽ മതി. 3 months ഈസ് ഈക്വൽ ടു 90 ഡേയ്സ് എന്നുള്ള ആ ഒരു പോയിന്റ് നോട്ടിൽ എഴുതി വെച്ചാൽ മതി. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യണ്ട. സോ പുരുലിയ ഹൗസ് എന്താണ് 31/12/2019 സറണ്ടർ ചെയ്ത്. സോ അത് കാരണം തന്നെ 6 മാസം എന്നുള്ളത് ഏതാണ് ലോവസ്റ്റ് വാല്യൂ അതിൻ്റെ ടാക്സബിൾ പെർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 3 മാസം, അതിൻ്റെ അടുത്ത 3 മാസം എന്താണ്, 2 ഹൗസിനും എന്താണ് ഈക്വലായിട്ട് തന്നെ ടോട്ടൽ എടുത്തിട്ട് അത് ടാക്സബിൾ പെർ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുക. റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ ഫോർ പുരുലിയ ഹൗസ് 500 പെർ മന്ത്. സോ ആ 500 പെർ മന്ത് റെൻറ്റ് പെയ്ഡ് ചെയ്യുന്നുണ്ട്. സോ അതെന്താണ്, ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ഓർ 15% സാലറി വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള പോലെ എടുക്കുക. വൈൽ കൊൽക്കട്ട ഹൗസ് ഈസ് ഓൺ ബൈ ദ എംപ്ലോയർ. കൊൽക്കട്ട ഹൗസ് സ്വന്തമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, സ്വന്തമാകുമ്പോൾ പോപ്പുലേഷൻ്റെ ബേസിസിൽ കൊൽക്കട്ട ആയതുകൊണ്ട് എന്തായാലും 25 lakhന് മേലെ ആയിരിക്കും. സോ 15% കാണുക. ഫൈൻഡ് ഹെർ ഗ്രോസ് ടാക്സബിൾ സാലറി കണ്ടുപിടിക്കാം. ടാക്സബിൾ സാലറിയാണ് കണക്കാക്കാനായിട്ട് പറഞ്ഞേക്കണത്. സോ എന്ത് ചെയ്യണം, നമുക്ക് ഫസ്റ്റ് ബേസിക് എടുക്കാം. ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം. ബേസിക് എത്രയാണ്, 6,000 × 12 72,000 എടുക്കുക. അടുത്ത് ഡി എ എന്താണ്, ഒന്ന് ഇത് കാണാനായിട്ട് നോക്കുമ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണുമ്പോൾ ഡി എ എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്താണ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടില്ല. സോ നമുക്കൊന്നില്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാം, അങ്ങനെ നോട്ട് എഴുതിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് നോട്ട് എഴുതിയിട്ട് നമുക്കത് ഫുൾ എമൗണ്ട് എടുക്കാം. ഇപ്പം ഞാനിവിടെ ഫുൾ എമൗണ്ട് എടുക്കുവാണ്, 36,000 എടുക്കുവാണ്. അക്കാദമിക് ഡെവലപ്മെൻറ്റ് 1000 പെർ മന്ത് എത്രയാണ്, 12,000. അതിൽ 700 മാത്രമേ എന്ത് ചെയ്തുള്ളൂ, എക്സ്പെൻഡിച്ചർ ഇൻക്രീ ചെയ്തിട്ടുള്ളൂ. സോ 700 × 12 8,400. 3,600. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 500 × 12 6,000. 9,600 ടോട്ടൽ വന്നു. അപ്പോൾ ഇത് കാണാനുള്ള ടോട്ടൽ എത്രയാണ്, 72,000 36,000 9,600 1,17,600. ഇനി ഈ 1,17,600 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ടത്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ നേരത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് മന്ത് എടുക്കുക. പർട്ടിക്കുലർ പുരുലിയ ഹൗസ്, കൊൽക്കട്ട ഹൗസ്, ടാക്സബിൾ സാലറി, ടാക്സബിൾ എമൗണ്ട്, ആ ഒരു ഇത്രയും കോളം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, മന്ത് എന്താണ്, ഫസ്റ്റ് ഏതിലിരുന്നാണ് കൊടുക്കണേ, ഏപ്രിലിരുന്നാണ് കൊടുക്കണേ അല്ലേ. ഏപ്രിൽ ടു ജൂൺ ആണ്. ഏപ്രിൽ ടു ജൂൺ എന്താണ്, ഒരേ ഒരു ഹൗസ് മാത്രമേ ഉണ്ടാവുള്ളൂ പുരുലിയയിൽ, ഒരേ ഒരു ഹൗസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ടാക്സബിൾ വാല്യൂ എന്താണ്, 1,17,600 ആണ് ടാക്സബിൾ വാല്യൂ. ആ 1,17,600 ഇൻറ്റു എത്രയാണ്, ആ ഒരു എമൗണ്ട് ആണെങ്കിൽ പുരുലിയ ഹൗസിന് റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്
റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് 15% സാലറി ഇൻറ്റു എത്രയാണ് 3 months ആണ് 3 ഡിവൈഡഡ് ബൈ 12 ഓർ എത്രയാണ് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എത്രയെന്ന് നോക്കാം. ഇൻറ്റു 15% ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 12 4410 വരും. ഓർ എന്താണ് ആക്ച്വൽ റെൻറ്റ് പെയ്ഡ്. ആക്ച്വൽ എത്രയാണ് 500 ആണ് റെൻറ്റ് ചെയ്യണത് ഇൻറ്റു 3 monthsന് എത്ര 1500. അപ്പോൾ പുരീലിയ ഹൗസിന് വേണ്ടി വരുന്ന റെൻറ്റ് എത്ര, പുരീലിയ ഹൗസിൻ്റെ ഫസ്റ്റ് പോർഷൻ എത്രയാണ് വിച്ച് എവർ ഈസ് ലോവർ എന്നല്ലേ. അപ്പോൾ 1500 എടുക്കുക. ആ സമയത്ത് കൊൽക്കട്ട ഹൗസ് ഇല്ല, ടാക്സബിൾ എമൗണ്ട് എത്രയാണ് 1500 തന്നെ എഴുതുക. ഓക്കെ. ഇനി അടുത്ത മാസം എന്താണ് ജൂലൈയിലിരുന്ന് ജൂലൈ ടു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരേക്കും. സെപ്റ്റംബർ വരേക്കും എന്തായി, സെപ്റ്റംബർ വരേക്കും വരാൻ നേരത്തേക്കും 2 ഹൗസ് ഉണ്ട്. അപ്പോൾ രണ്ടും ഏതാണോ ലോവർ അതുമാത്രം ടാക്സബിൾ പെർക്വിസിസ്റ്റായിട്ട് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ പുരീലിയ ഹൗസിൻ്റെ കാര്യം എന്താണ്, പുരീലിയ ഹൗസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് എത്രയാണ് 1500 എന്ന്. അതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരാൻ പോണില്ല. ഇനി കൊൽക്കട്ട ഹൗസ് എങ്ങനെ വരും, കൊൽക്കട്ട ഹൗസിന് ഇതേ സാലറി തന്നെ 1,17,600 ഇൻറ്റു ഓൺ ഹൗസാണ്. കൊൽക്കട്ട എന്ന് പറയുമ്പോൾ എന്തായാലും എന്താണ് 15% തന്നെയാണ്. പോപ്പുലേഷൻ കൂടുതലുണ്ട്. അപ്പോൾ 3 monthsന് കാണാം. 3 monthsന് കാണാൻ നേരത്തേക്കും എന്ത് വരും, അവിടെ എന്തായിരിക്കും വരണത് 4410 ആയിരിക്കും വന്നത്. അപ്പോൾ 4410 1500 വിച്ച് 4410 ആയിരിക്കും എന്തിനു തന്നെ കൊൽക്കട്ട ഹൗസിൽ വരണത്. അപ്പോൾ വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുമ്പോൾ ടാക്സബിൾ എമൗണ്ട് ഏതായിട്ട് വരും 1500 ആണ് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് വന്നത്. ഇനി ഒക്ടോബറിലിരുന്ന് ഡിസംബർ വരേക്കും അപ്പോഴും എന്താണ് 2 ഹൗസും ഉണ്ട്. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ ലോവർ എടുത്തെങ്കിൽ ഇവിടെ എന്താ 90 days കഴിഞ്ഞു, ആഫ്റ്റർ 90 days ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ 2 ഹൗസും എന്താണ് ടാക്സബിളായിട്ട് എടുക്കണം. 2 ഹൗസും ടാക്സബിളായിട്ട് എടുക്കുമ്പോൾ അതിൽ വ്യത്യാസം എന്താണ്, പ്രത്യേകിച്ച് ഇവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല. എന്ത് ചെയ്യും 1500 ഇവിടെയും വരും, ഇവിടെയും 4410 വരും. അപ്പോൾ 2 ഹൗസും ടാക്സബിളായിട്ട് എടുക്കുമ്പോൾ എത്ര വരും 5910 ടാക്സബിൾ വാല്യൂ വരും. ഇനി അടുത്തത് ജാനുവരി ടു മാർച്ച് വരുമ്പോൾ ഒരു ഹൗസ് മാത്രമേ ഉള്ളൂ. പുരീലിയ ഹൗസ് എന്തായാലും എന്താണ് നമ്മൾ കൊടുത്തു അല്ലേ, ഡിസംബറിലേക്ക് കൊടുത്തു. അപ്പോൾ കൊൽക്കട്ട ഹൗസ് മാത്രമേ ഉള്ളൂ. കൊൽക്കട്ട ഹൗസ് എന്താണ് 4410 തന്നെയാണ്. അപ്പോൾ ടാക്സബിൾ എമൗണ്ടും 4410 തന്നെയാണ്. അതിൻ്റെ ടോട്ടൽ കാണുമ്പോൾ 13,320 ഇത് കാണും. ഇനി ടാക്സബിൾ സാലറി കാണാൻ നേരത്തേക്കും എന്താണ് പെർക്വിസിസ്റ്റ് 17(2) അനുസരിച്ചിട്ട് റൂൾ എത്രയാണ്, റൂൾ 3(1) അനുസരിച്ച് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എത്രയാണ് വന്നത് 13,320 വന്നു. അത് വർക്കിംഗ് എന്ന് കാണിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കാം. 1,17,600 130,920 ഇതാണ് ടാക്സബിൾ സാലറി ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ. വർക്കിംഗ് മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട്, അല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. So, illustration 19. Sri A has been provided with a furnished accommodation in a city having population of 14 lakh as per last census. Municipal value of those owned by employer is 80,000 where fair rent of house is 1 lakh. അത് നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് എന്താണ് 14 lakh എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. സോ 14 lakh ആണെന്നുണ്ടെങ്കിൽ എന്താണ് 10 to 25 lakh വരേക്കും ആണെങ്കിൽ 10% അത് കണ്ടാൽ മതി. ബേസിക് 25,000 പെർ മന്ത്. അലവൻസ് ഫോർ ഇൻക്രീസ് കോസ്റ്റ് ഓഫ് ലിവിങ് 5,000. അലവൻസ് ഫോർ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ എന്താണ് DA കൊടുക്കുന്നതാണ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 3,000 പെർ മന്ത്. ഹി ഹാസ് 1 son and 2 married daughter. അത് നോക്കേണ്ട കാര്യമില്ല. TV എത്രയാണ് 2,000 പെർ ആനം. അത് ഹയേർഡ് ബൈ ദ എംപ്ലോയർ, ഓൺഡ് ബൈ ദ എംപ്ലോയർ. അപ്പോൾ എന്ത് ചെയ്യണം, ഫർണിച്ചർ, ഞാൻ ഫർണിച്ചർ എന്നുള്ള ആ ഒരു ഇതെടുത്തപ്പോൾ ഞാൻ ഇത് പറഞ്ഞായിരുന്നു അല്ലേ, ഓൺഡ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയറുടെ ഓൺ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 10% ഓഫ് ഒറിജിനൽ കോസ്റ്റും, റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ ആക്ച്വൽ റെൻറ്റ് ചാർജസ്. ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെടും. അത് പറഞ്ഞൊന്നൊരു ഡൗട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് അങ്ങനെയുള്ള ഐറ്റവും ഫർണിച്ചറിലാണ് പെടുന്നത്. സോ അതുകൊണ്ട്
എന്താണ് ഹയർ ചാർജസിന് എടുക്കുവാണ്. ഹയർ ചാർജസിന് എടുത്തുകൊണ്ട് തന്നെ ആക്ച്വൽ 2000 പെർ ആനം ആണെങ്കിൽ 2000 തന്നെ കൊടുക്കുക. 1000 പെർ മന്ത് ആണ്, അപ്പോൾ 12,000 തന്നെ കൊടുക്കുക. പിന്നെ ഓൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 10% ഓഫ് ഒറിജിനൽ കോഡ്, 10,000 10% 1000 എടുക്കുക. ഇത് 5,000 10% 500 എടുക്കുക. 20,000 10% 2,000 എടുക്കുക. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഓൺ ആണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ഗ്രോസ് ടാക്സബിൾ സാലറി ഓഫ് മിസ്റ്റർ എ ഫോർത്ത് അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് ഇതിന് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അതിനുള്ള സാലറി, ബേസിക് ആയിട്ടുള്ള സാലറി അതിന് എത്ര വരും എന്നുള്ളത് ഫസ്റ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് വേണം ബാലൻസ് നോക്കാൻ. അപ്പോൾ ഇതിലെന്തൊക്കെ വരും? ബേസിക്, ഫസ്റ്റ് ബേസിക്കാണ് എത്രയാണ്? 25,000 പെർ മന്ത് ഇൻറ്റു 12 വരുമ്പോൾ 3 lakh വരും. അലവൻസ് ഫോർ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ് എന്നുള്ളത് ഡി ആണ്. ഡി എക്ക് ഒരു നോട്ട് എഴുതുക, എന്താണ് ഇത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഭാഗമാണ് ഫുള്ളും എന്നുള്ള മാതിരി. ഇൻറ്റു 12 വരുമ്പോൾ 60,000 വരും. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 3,000 ഇൻറ്റു 12 വരുമ്പോൾ 36,000 വരും. അതിന് നമുക്ക് 100 ഇൻറ്റു 12 ഇൻറ്റു 2,400 വരും. സോ എത്ര വരും? ഇതിൽ നിന്ന് പോയാൽ 33,600 വരും. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ എത്ര വന്നു? 3,60,000 33,600 3,93,600 വന്നു. ഇനി ഇതിലെന്ത് ചെയ്യാം? ഇനി നമ്മൾ ഫർണിച്ചർ ഹയർ ചാർജസ് ഉണ്ട്, ഓൺ ചെയ്തതുണ്ട്, ഓൺ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഫർണിച്ചർ എഴുതുക, ഹയർ എഴുതുക, ഓൺ എഴുതുക, എന്താണ് ടാക്സബിൾ വാല്യൂ എഴുതുക. സോ ഫർണിച്ചർ എത്രയാണ്, ഏതൊക്കെയാണ്? ടി വി എന്താണ് ഹയർ ചാർജസ് 2,000 പെർ മന്ത് പെർ ആനം എന്ന് പറഞ്ഞേക്കണം. അതുകൊണ്ട് തന്നെ ടാക്സബിൾ വാല്യൂ എന്തായിരിക്കുള്ളൂ? 2,000 ആണ് ഹയർ ചാർജസ് ആയതുകൊണ്ട്. റെഫ്രിജറേറ്റർ ഓൺ ആണ് 10,000, സ്വന്തമായിട്ടുള്ളതാണ്, അതിൻ്റെ 10% കാണുക 1,000. വാഷിംഗ് മെഷീൻ ഓൺ 5,000 ആണുള്ളത്, സോ 500 എടുക്കുക. അതർ ഫർണിച്ചർ റെൻറ്റിന് 1,000 പെർ മന്ത് ആണ്. 1,000 പെർ മന്ത് ആകുമ്പോൾ 12,000. പിന്നെ ഇവിടെ 20,000, 20,000ൻ്റെ 10% 2,000, അപ്പോൾ 14,000. ഇതാണ് ആക്ച്വൽ വരുന്നത്. അപ്പോൾ 3,500 പ്ലസ് 14,000 17,500 വരും. ആ 17,500 ആണ് എന്തിൻ്റെ കൂടെ കൂട്ടേണ്ടത്? ഇതിൻ്റെ കൂടെ കൂട്ടേണ്ടത്. 17,500 കൂട്ടണം. പ്ലസ് എന്ത് ചെയ്യണം? ഇത് ഫർണിച്ചറിൻ്റെ വാല്യൂ ആയിട്ടുള്ളൂ. അക്കോമഡേഷൻ്റെ കണ്ടേ, അക്കോമഡേഷൻ എന്താണ് 14 lakh എന്നാണ് പറഞ്ഞേക്കണേ. 14 lakh എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 10% ആണ് എടുക്കേണ്ടത്. 10 ബേസിക്കിൻ്റെ 10%, 393600 ഇൻറ്റു 10% വരുമ്പോൾ എത്ര വരും? 36,390. ഇതൊക്കെ കൂടി ടോട്ടൽ ചെയ്യാം. ഇത് 36,390, ഇത് അക്കോമഡേഷൻ്റെ, ഇത് ഫർണിച്ചറിൻ്റെ. ഇത് പ്ലസ് 17,500 പ്ലസ് 393600 എത്രയാണ് വരുന്നത്? 4,00,000. 393600 എന്നല്ലേ ഞാൻ പറഞ്ഞത്? 39,360 ആണ്. 39,360. സോ 39,360 17,500 39,360 450,460 എന്നുള്ളത് ടോട്ടൽ വന്നു. ഇതാണ് ടാക്സബിൾ സാലറി. ഇതിനെല്ലാത്തിനും നോട്ടാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് അസ്യൂം ചെയ്താലും അതിന് നോട്ട് കാണിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്തത് ഇൻഷുറൻസ് പ്രീമിയം പേയബിൾ ബൈ എംപ്ലോയർ. ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയർ പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്
എംപ്ലോയിക്ക് അത് എന്താണ്, എംപ്ലോയർ പേ ചെയ്യണ ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയിക്ക് എന്താണ്, ടാക്സബിൾ എമൗണ്ട് ആണ്. ആ ടാക്സബിൾ ആയിട്ടാണ് എംപ്ലോയിക്ക് അത് ടാക്സബിൾ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ എംപ്ലോയിക്ക് അത് ATC ആയിട്ട് എടുക്കാം. ATCയുടെ കാര്യം നമ്മൾ പിന്നെ പഠിക്കുകയുള്ളൂ. എംപ്ലോയിക്ക് അത് ATC ആയിട്ട് എടുക്കാം, പക്ഷേ അത് എംപ്ലോയിക്ക് അത് ടാക്സബിൾ ആയിട്ട് മാറും. പിന്നെ വാല്യൂ സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ് അലോട്ടഡ് ഓർ ട്രാൻസ്ഫർ ടു അസസി. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഡയറക്ടർക്കോ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയിക്കോ കൊടുക്കുന്ന ഒന്നാണ്. സോ ആ എംപ്ലോയിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്ര നന്നായിട്ട്, അത് സ്പെസിഫൈഡ് എംപ്ലോയി എന്നൊക്കെ പഠിച്ചാൽ, അതേപോലെ തന്നെ നല്ലൊരു ഏതെങ്കിലും ഒരു കമ്പനീനെ ഒരു ലെവലിലേക്ക് എത്തിക്കുന്ന നല്ലൊരു എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് എന്ത്, ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ആ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എങ്ങനെയാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർക്യൂസിസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് എടുക്കുകയുള്ളൂ. അതായത് 1/4/2009 അത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് അലോട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. 1/4/2009 അത് ആ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയറോ പ്രസൻറ്റ് എംപ്ലോയറോ ആരെങ്കിലും അലോട്ട് ചെയ്യാം. അതെന്തായിരിക്കണം, അത് ഫ്രീ ആയിട്ട് തരണം, അല്ലെങ്കിൽ കൺസെഷൻ റേറ്റിൽ തരണം. ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, അത് എംപ്ലോയിക്ക് അത് ടാക്സബിൾ ആണോ അല്ലയോ എന്നുള്ളത്, പെർക്യൂസിസ്റ്റ് ആണോ എന്നുള്ളത് നോക്കേണ്ടത്. ഓക്കെ, ഇനി സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എങ്ങനെയാണ് പെർക്യൂസിസ്റ്റ് കണക്കാക്കുന്നതെന്ന്, വാല്യൂ ചെയ്യണേന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ അലോട്ട് ചെയ്യാൻ, അത് വാങ്ങാനായിട്ട് തീരുമാനിച്ച ദിവസത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ പ്ലസ് എന്താണ് നമുക്ക് ആക്ച്വലായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പേ ചെയ്ത എമൗണ്ട്, അത് അതിലിരുന്ന് ലെസ് ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസത്തെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയായിരുന്നോ അതിലിരുന്ന് ആക്ച്വലി നമ്മൾ എത്രയാണോ പേ ചെയ്തത്, കാരണം ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ടാണ് അല്ലെങ്കിൽ കൺസെഷൻ റേറ്റിലാണെന്ന്, അത് എത്രയാണോ പേ ചെയ്തത് അത് മൈനസ് ചെയ്തിട്ട് ബാലൻസ് ഉള്ളതാണ് എന്ത്, ടാക്സബിൾ പെർക്യൂസിസ്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ അതിന് തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എ കമ്പനി എക്സ് ഗ്രാൻഡഡ് ഓപ്ഷൻ to its employee are on 1st April 2040 to apply for 100 shares of the company for making availing right in the intellectual property to the employer company at a predetermined price of 50 per share, with the date of vesting of the option being 1st April 2050 and exercise period being 1st April 2050 to 31st March 2020. Employee are exercise his option on 31st March 2090 and share are allotted or transferred to him on 3rd April 2090. Fair market value of such share or different date are issued. Compute taxable perquisite is the hand of Mr. R for assessment year തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കാണേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്.